വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബെയണിൻ്റെ മാനേജർ സിറ്റുവേഷനെ കുറിച്ചിട്ടാണ്. ചാബി അലോൺസോ, ജൂലിയൻ നാഗിൽസ്മാൻ, റാൽഫ് റാഗ്നിക്ക് 3 പേരാണ് ബെയണിനെ പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ളത്. അറിഞ്ഞും പുറഞ്ഞ റിജക്ഷനാണെന്ന് പറയാം. അത് ഇത്രയും വലിയൊരു ബിഗ് ക്ലബിന് ഇങ്ങനെ സംഭവിക്കുന്ന ആദ്യമായിട്ടാണ്. അവസാനമായിട്ട് വന്ന റാൽഫ് റാഗ്നിക്കിൻ്റെയാണ്. റാൽഫ് റാഗ്നിക്കിന് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് വരാൻ 100% ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ റാൽഫ് റാഗ്നിക്കിനെ അപ്പോയിൻറ്റ് ചെയ്തു എന്നുള്ള വാർത്ത വന്നപ്പോൾ തന്നെ ബെയൺ ഫാൻസ് ഉൾപ്പെടെ എനിക്കാണെങ്കിലും ഇവിടെ ഇരുന്ന് സംശയം തോന്നിയൊരു കാര്യമാണ്, എന്തിനാണ് ഇങ്ങനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്, വേറെ ആരും കിട്ടാഞ്ഞിട്ടാണോ? അപ്പോൾ അതേ ഒരു ഫീലിംഗ് ബെയൺ ഫാൻസിന് വന്നു. അപ്പോൾ അവരൊക്കെ ഓൺലൈൻ ഒരു പെറ്റീഷനൊക്കെ തുടങ്ങി, ട്യൂഷനിൽ നിന്നോട്ടെ, റാൽഫ് റാഗ്നിക്കിന് ഈ പരിസരത്തായിട്ട് അടുപ്പിക്കേണ്ട എന്നുള്ള രീതിയിൽ ഓൺലൈനിലൊക്കെ വലിയ രീതിയിൽ ആ ഒരു അപ്പോയിൻമെൻറ്റിനെതിരെ ആൾക്കാർ രംഗത്ത് വന്നു. അപ്പോൾ അതോടുകൂടി തന്നെ റാൽഫ് റാഗ്നിക്കിന് മനസ്സിലായി, ഇനി എങ്ങനെ ഈ ക്ലബ്ബിലേക്ക് വന്നു കഴിഞ്ഞാൽ നിലവിലുള്ള പണിയും പോകും, അതുപോലെ തന്നെ വന്നു കഴിഞ്ഞാൽ പണി വാളും. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഓസ്ട്രിയ തന്നെ തുടരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് ആ റീസൺ കൊണ്ടാണെന്ന് തോന്നുന്നു അദ്ദേഹം ഈ പറയുന്ന പോലെ ബെയൺ ജോബ് റിജക്റ്റ് ചെയ്തു. ഇപ്പോൾ എന്തായാലും ബെയൺ പുതിയ മാനേജറിന് വേണ്ടി തേടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പലതരത്തിലുള്ള വാർത്തകളാണ് വരുന്നത്. ഇപ്പോൾ വരുന്നൊരു വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്യൂഷൻ ഒരു പക്ഷേ തുടർന്നേക്കാം. ഇപ്പോൾ ട്യൂഷനിൽ തുടരണം എന്നൊരു ആഗ്രഹം ഉണ്ടായില്ല, പക്ഷേ റീസെൻ്റ്ലി ഉള്ള ഇൻ്റർവ്യൂവിലൊക്കെ അദ്ദേഹം തുടരാനുള്ളൊരു താല്പര്യമുള്ള പോലെയാണ് അദ്ദേഹമൊക്കെ ഇൻ്റർവ്യൂവിൽ പറയുന്നത്. അതുപോലെ തന്നെ ബെയണിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർക്ക് ക്രിസ്റ്റോഫ് റിയന്തിനാണെങ്കിലും അതുപോലെ തന്നെ എർബലിനൊക്കെ ആണെങ്കിലും അദ്ദേഹത്തിനെ നിർത്തിയാൽ കൊള്ളാം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ഒരു സൈഡിൽ കാര്യങ്ങൾ പോകുന്നു എന്നുള്ള തരത്തിലാണ് ഒരു റിപ്പോർട്ട് വരുന്നത്. അതേസമയം തന്നെ ബെയൺ ആൾട്ടർനേറ്റീവായിട്ട് മാനേജർ ടാർഗറ്റ്സ് ഒക്കെ ഉണ്ടെന്നുള്ള തരത്തിലും പറയുന്നുണ്ട്. അപ്പോൾ ഉഷലിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ മെൻഷൻ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ടീം ചാമ്പ്യൻസ് ലീഗിൽ കുഴപ്പമില്ലാതൊക്കെ പെർഫോം ചെയ്യുന്നുണ്ട്, ടാക്റ്റിക്കലിയൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ പോലും ലീഗിലേക്ക് വരുമ്പോൾ ഇപ്പോൾ സ്റ്റുട്ട്ഗാർട്ടിനെതിരെ ഇന്നത്തെ മത്സരം തോറ്റു 3-1 കനത്തൊരു തോൽവിയായിരുന്നു. 2007 അവസാനമായിട്ട് ബെയൺ സ്റ്റുട്ട്ഗാർട്ടായിട്ട് തോക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും 17 വർഷത്തിന് ശേഷം ബെയൺ തോറ്റു. അപ്പോൾ അതും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്യൂഷനെ സംബന്ധിച്ചൊരു മോശമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതോടുകൂടി തന്നെ വീണ്ടും ഈ പറയുന്ന പോലെ അദ്ദേഹത്തിന് സിമ്പതി ഉണ്ടായിരുന്ന, സെൻറ്റിമെൻറ്റ്സ് ഉണ്ടായിരുന്ന ആൾക്കാർക്ക് വരെ വീണ്ടും ഫ്ലിപ്പ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ മാനേജർ കാൻഡിഡേറ്റ്സിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഇപ്പോൾ വന്നൊരു വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെയൺ ഓരോരുത്തരെയായിട്ട് നോക്കില്ല, കാരണം ഓരോരുത്തരെയായിട്ട് നോക്കിക്കഴിയുമ്പോൾ റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് ക്ലബിന് ചീത്തപ്പേരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ലിസ്റ്റ് ഓഫ് കാൻഡിഡേറ്റ്സിന് ഉണ്ടാകും, അതിൽ നിന്ന് ചൂസ് ചെയ്യുന്നുള്ള തരത്തിലാണ് പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ 4 പേരുടെ പേരുകളാണ് പറയുന്നത്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആരുമല്ല, എറിക് ടെൻ ഹാഗ് ആണ്. അപ്പോൾ ഈ റിപ്പോർട്ടുകളൊക്കെ വരുന്നത് ക്രിസ്ത്യൻ ഫോക്കിൻ്റെ ഭാഗത്തു നിന്നാണ്. അപ്പോൾ എറിക് ടെൻ ഹാഗ് അവരുടെ ഒരു കാൻഡിഡേറ്റാണ്, 4 പേരുടെ ഷോർട്ട് ലിസ്റ്റിൽ ഒരാളാണെന്നുള്ള തരത്തിലാണ് റിപ്പോർട്ട് വന്നത്. ഇപ്പോൾ ടെൻ ഹാഗ് ആക്ച്വലി മുമ്പ് ബെയണിൽ വർക്ക് ചെയ്തിട്ടുണ്ട് പെപ് ഗാർഡിയോള ഉണ്ടായിരുന്ന സമയത്ത്. അപ്പോൾ ടെൻ ഹാഗിനെ കൊണ്ടുവരാനായിട്ട് താല്പര്യമുണ്ട് എന്നുള്ള തരത്തിലാണ് ഒരു റിപ്പോർട്ട് വന്നത്. എനിക്ക് അറിഞ്ഞുകൂടാ ടെൻ ഹാഗ് ബെയണിൽ പോയി കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം. ഒരു പക്ഷേ ചിലപ്പോൾ ക്ലച്ച് പിടിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന് അയാക്സ് ടീം നമുക്കറിയാം. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ടീമിൻ്റെ പെർഫോമൻസും ആ സമയത്തെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല വ്യത്യാസം ഉണ്ടെന്ന് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാക്സ് ഫുട്ബോൾ അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള എന്തെങ്കിലും ഒരു ഗ്ലിംസസ് ഒക്കെ ബെയൺ വെച്ച് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ബെയൺ എന്തായാലും അതിൻ്റെ ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം അവിടെ ക്ലിക്ക് ആവാനുള്ള സാധ്യതകൾ ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല. അതുപോലെ തന്നെ വേറെ വന്നിരിക്കുന്ന പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ റോബർട്ടോ ഡിസർബിയുടെ പേരാണ്. ഇപ്പോൾ ഡിസർബി അദ്ദേഹത്തിന് ബ്രൈറ്റണിൽ തന്നെ നിൽക്കണം എന്നുള്ള തരത്തിലൊക്കെയാണുള്ള രീതിയിലാണ് വാർത്തകൾ കണ്ടത്. അല്ല ഐ ലവ് ഫാൻസ്, ഐ ലവ് സിറ്റി. പക്ഷേ തീർച്ചയായും ബെയൺ പോലെ ഒരു വലിയ ക്ലബ്ബ് വന്ന് നോക്കി ചെയ്ത് കഴിഞ്ഞാൽ ഡിസർബി പോകാതിരിക്കുകയൊന്നുമില്ല. അപ്പോൾ ഡിസർബിയാണ് മറ്റൊരു ഓപ്ഷൻ. അതുപോലെ തന്നെ ബെൻഫീക്കയുടെ ജർമ്മൻ മാനേജറായ റോജർ ഷ്മിറ്റിൻ്റെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹമാണെങ്കിലും ലെവർകൂസനൊക്കെ പരിശീലിപ്പിച്ചിട്ടുള്ള മാനേജറാണ്. പക്ഷേ കുറേ വർഷങ്ങളായി അദ്ദേഹം ജർമ്മൻ ഫുട്ബോളിൽ പരിശീലിപ്പിച്ചിട്ട്. അദ്ദേഹം 6-7 വർഷമായിട്ട് മറ്റ് പല രാജ്യങ്ങളിലാണ്, ചൈനയിലും അതുപോലെ തന്നെ ബെൻഫീക്കയിലൊക്കെയാണ് ഇപ്പോൾ റീസെൻ്റ്ലി പരിശീലിപ്പിച്ചത്. അപ്പോൾ അദ്ദേഹം ഒരു ഷോർട്ട് ലിസ്റ്റ് ആണെന്നുള്ള തരത്തിൽ പറയുന്നുണ്ട്. പിന്നെ ഒരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂലൻ ലൊപ്പറ്റൊഗ്ഗിയാണ്. അപ്പോൾ ലൊപ്പറ്റൊഗ്ഗിനെ കുറിച്ച് നമ്മൾ AC മിലാനായിട്ട് കഴിഞ്ഞ ദിവസം ലിങ്ക് വന്നപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. ഇപ്പോൾ ലൊപ്പറ്റൊഗ്ഗി ആണെങ്കിലും അല്ല, ഈ പറഞ്ഞ 4 പേരാണെങ്കിലും അത്ര ടോപ്പ് ലെവൽ ആൾക്കാരെന്നൊന്നും പറയാൻ പറ്റില്ല. ഇവരാരും അങ്ങനെ വലിയതായിട്ട് പ്രൂവ് ചെയ്തിട്ടുള്ള ആൾക്കാരൊന്നുമല്ല. പക്ഷേ ഇങ്ങനെയുള്ള മാനേജേഴ്സൊക്കെ ആയിട്ടാണ് ഇപ്പോൾ ബെയൺ ലിങ്ക് വരുന്നത്. അപ്പോൾ ഒരു വേറെ സൈഡിൽ നിന്ന് പറയുന്നുണ്ട്, ഫാൻസിനൊക്കെ പലർക്കും ആവശ്യം സിദാനെ കൊണ്ടുവരിക എന്നുള്ളതാണ്. പക്ഷേ സിദാനെ പ്രാക്ടിക്കലി ഡിഫിക്കൽട്ടാണ്, കാരണം അദ്ദേഹത്തിന് വേറെ ഭാഷകളൊന്നും അറിയില്ല. ഇപ്പോൾ ജർമ്മനിയിൽ ഒന്ന് സർവൈവ് ചെയ്യണമെങ്കിൽ ജർമ്മനോ ഇംഗ്ലീഷെങ്കിലും അറിയണം. അപ്പോൾ ഇത് രണ്ടും അറിയാവുന്നൊരു മനുഷ്യനാണ് സിദാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ജർമ്മനിയിൽ വന്ന് സർവൈവ് ചെയ്യണമെങ്കിൽ ട്രാൻസ്ലേറ്ററോ അങ്ങനെ ആൾക്കാരെങ്കിലുമൊക്കെ വേണ്ടി വരും. ഇപ്പോൾ എന്താണ് ബെയൺ മാനേജർ സിറ്റുവേഷനിൽ സംഭവിക്കാൻ പോകുന്നതെന്നുള്ള കാര്യത്തെക്കുറിച്ച് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സിനാരിയോയിലാണ് ബെയൺ കടന്നു പോകുന്നത്. ബെയണിനെ പോലൊരു ക്ലബിനെ സംബന്ധിച്ച് ഇങ്ങനെ സംഭവിക്കുന്നതൊന്നും കാണാറുള്ളൊരു കാര്യമല്ല. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതെന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റ് ആയിട്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.